BJP സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പി സജീവ സംഘപരിവാർ പ്രവർത്തകൻ തന്നെയാണ്. CA അനുകൂല പരിപാടിയിൽ ആനന്ദ് കെ തമ്പി പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. ആനന്ദിനൊപ്പം വേദിയിൽ BJP കൗൺസിലർമാരുമുണ്ട്. മരിച്ച തിരുമല അനിലും ഒപ്പം മഞ്ജുവും ആനന്ദിന്റെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആനന്ദിന്റെ ABVP കാലത്തെ ചിത്രങ്ങളും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. നമുക്ക് വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. പ്രശാന്ത് കൃഷ്ണയും AK സ്റ്റെഫനും അമൽ തേനമ്പറമ്പിലുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആദ്യം പ്രശാന്ത് കൃഷ്ണയിലേക്കാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഒരു ആത്മഹത്യയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. അതിനിടയിലാണ് ആനന്ദിന്റെ ആത്മഹത്യ. അതും ആ ഒരു ആത്മഹത്യ കുറിപ്പിൽ പോലും പറയുന്നത് ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു, അതിനിടയിൽ മാഫിയയുമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. എന്തുകൊണ്ട് തഴഞ്ഞു, അതൊരു ആത്മഹത്യയിലേക്ക് എന്തുകൊണ്ട് നയിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഫോട്ടോസ് ഉൾപ്പെടെ പറയുന്നുണ്ട് ഒരു സജീവ പ്രവർത്തകർ തന്നെയായിരുന്നു. അങ്ങനെ തഴഞ്ഞതിൽ അത്രത്തോളം മനോവിഷമം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ട് എന്ന് തന്നെയല്ലേ തെളിയേണ്ടത്? ഈ തൃക്കണ്ണാപുരത്തെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന്റെ പേരിൽ മാത്രമല്ല ആനന്ദ് ആത്മഹത്യ ചെയ്തത് എന്ന് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ വളരെ വ്യക്തമാണ്. കാരണം പൂജ അതിൽ പറയുന്നുണ്ട്, താൻ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന്റെ പേരിൽ തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തത് മണ്ണ് മാഫിയയെ സഹായിക്കുന്നതിന് വേണ്ടി, മണ്ണ് മാഫിയയ്ക്ക് വേണ്ടി മണ്ണ് മാഫിയക്കാരായ BJP RSS നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ മണ്ണ് മാഫിയക്കാരനായ ഒരു സ്ഥാനാർത്ഥിയെ തൃക്കണ്ണാപുരത്ത് MV വിനോദ് കുമാറിന്റെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു എന്നതാണ്. അപ്പോൾ ഗുരുതര ആരോപണമാണ് ആനന്ദ് ഉന്നയിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ RSS BJP-യുടെയും ഭാഗത്തുനിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടായി, താങ്ങാനാകാത്ത സമ്മർദ്ദമുണ്ടായി എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്. അതിനുശേഷമാണ് 2 ദിവസം മുൻപ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ ചേർന്നതും ശിവസേനയുടെ ഭാഗമായി മത്സരിക്കാനൊക്കെ തീരുമാനിച്ചത്. അപ്പോൾ ഇതിന് പിന്നാലെ ഇന്നലെ ആനന്ദ് ആത്മഹത്യ ചെയ്തത് BJP വലിയ പ്രചാരണ മേഖലയിൽ നിൽക്കുന്ന അവസരത്തിലാണ് ആനന്ദിന്റെ ആത്മഹത്യ. അപ്പോൾ നേതാക്കളെല്ലാം പറഞ്ഞത് ആനന്ദിനെ കണ്ടറിയില്ല, ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെയാണ്. പക്ഷേ ആനന്ദിനെ നമ്മളിപ്പോൾ കാണിച്ച ഫോട്ടോയിലുള്ള തിരുമല അനിൽ ആനന്ദിന്റെ ബന്ധുവാണ്. തിരുമല അനിൽ ആത്മഹത്യ ചെയ്തു. തിരുമല അനിൽ മാത്രമല്ല, മഞ്ജു ഉണ്ട്, മുൻ കൗൺസിലറാണ്, ഇന്നലെ സിറ്റിംഗ് കൗൺസിലറാണ്. അപ്പോൾ ഇവർക്കെല്ലാം ആനന്ദിനെ അറിയില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. കാരണം CA അനുകൂല പരിപാടിയിൽ ആണ് ആനന്ദ് പങ്കെടുത്തതിന്റെ ചിത്രമാണിത്. ഇതിൽ പൗരത്വ നിയമ ഭേദഗതി രാഷ്ട്ര നന്മയ്ക്കായി എന്ന പരിപാടി, അത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിച്ച പരിപാടിയാണ്, BJP സംഘടിപ്പിച്ച പരിപാടിയാണ്. ആ വേദിയിലാണ് ആനന്ദ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഒരു വേദിയിൽ പങ്കെടുക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ആൾ തന്നെയാണ്. പിന്നെ മാത്രമല്ല 16-ാം വയസ്സ് മുതൽ സംഘപരിവാർ RSS പ്രവർത്തകനായിരുന്നു. പിന്നീട് താലൂക്ക് തലത്തിലും ഉപജില്ലാ തലത്തിലൊക്കെ തന്നെ പല ചുമതലകളും വഹിച്ച വ്യക്തിയാണ് ആനന്ദ്. കാരണം ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ ആനന്ദ് പറയുന്നുണ്ട്, താൻ 16-ാം വയസ്സിൽ RSS പ്രവർത്തകനായി തുടങ്ങി. MG കോളേജിൽ UUC ആയിരുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ജില്ലയിലെയും ഒക്കെ സജീവമായിട്ടുള്ള നേതാക്കൾക്കെല്ലാം തന്നെ അറിയാവുന്ന ആളാണ്. പിന്നെ അതിനുശേഷം ഒരുപാട് ചുമതലകൾ വഹിച്ചു. കോഴിക്കോട് കുന്നമംഗലം താലൂക്കിൽ പ്രവർത്തിച്ചു. തൃക്കണ്ണാപുരത്ത് മണ്ഡൽ കാര്യവാഹകത്ത്, തിരുമലയിൽ ശാരീരിക് പ്രമുഖ, അങ്ങനെ ഒരുപാട് ചുമതലകൾ വഹിച്ച സംഘപരിവാർ പ്രവർത്തകൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസം BJP-യുടെ ജില്ലാധ്യക്ഷനൊക്കെ പറഞ്ഞത് ആനന്ദ് ഇപ്പോൾ സജീവ പ്രവർത്തകനൊക്കെ അല്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ്. ആനന്ദ് സജീവ സംഘപരിവാർ പ്രവർത്തകനായിരുന്നുവെന്നും RSS-ന്റെയും BJP-യുടെയും പരിപാടിയിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ചില പ്രധാനപ്പെട്ട അങ്ങനെയുള്ള പല വിധത്തിലുള്ള കാര്യങ്ങൾ മുന്നിലുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് താൻ തഴയപ്പെട്ടു, ആ ഒരു പ്രശ്നമാണ് ആനന്ദിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതൊരു ആത്മഹത്യയിലേക്ക് പോകുന്നു. പക്ഷെ അതിലൊരു സ്ഥാനാർത്ഥിത്വം അതിന്റെ പ്രശ്നം മാത്രമല്ല, മറ്റു ഗുരുതരമായ കാര്യങ്ങളും ആ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്.